പാലക്കാട് ചികിത്സാ പിഴവിലൂടെ 9 വയസ്സുള്ള കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വാർത്ത നമ്മെ പിടിച്ചുലച്ചതാണ്. തുടർച്ചയായി ചികിത്സാ പിഴവിലൂടെ ദുരിതം അനുഭവിക്കുന്നവരുടെ വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. 8 വർഷങ്ങൾക്ക് മുൻപ് ചികിത്സാ പിഴവിലൂടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെതിരെ പോരാടിയ ഹർഷിന ഇന്നും സമരം തുടരുകയാണ്. നീതിക്കായി വീണ്ടും സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ് ഹർഷിനയും കുടുംബവും. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനെ കേരളം മറക്കാനിടയില്ല. കഴിഞ്ഞ 8 വർഷമായി ഹർഷിനയും കുടുംബവും നീതിക്കായുള്ള പോരാട്ടത്തിലാണ്. പലതവണകളിലായി 110 ദിവസങ്ങളിലധികമായി നീളുന്ന സമരം ഇന്നും നീതി അകലെയാണ്. ആരോഗ്യ കേരള നമ്പർ 1 അങ്ങനെ ഘോരഘോരം പറയാന്നല്ലാണ്ട് ഇത്രയും വലിയൊരു ചികിത്സാപ്പിഴവ് കേരളത്തിൽ ഈ രാജ്യത്ത് തന്നെ ഒരു വർഷം ആദ്യമായിട്ടായിരിക്കും. വലിയൊരു കത്രികയൊക്കെ വയറിൽ വെച്ച് 5 വർഷത്തോളം അല്ലേ. എന്നിട്ട് അതിനൊരു പരിഹാരം കാണാൻ പറ്റിയില്ല. പിന്നെ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ്, അമ്മയാണെന്നൊക്കെ പറയുന്നതിൽ എന്ത് കാര്യമുള്ളത്? ഓരോ തവണയും ഹർഷിനയ്ക്കൊപ്പമെന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയും സർക്കാരും തനിക്ക് നേരെ മുഖം തിരിക്കുന്നുവെന്ന് ഹർഷിനെ നേരിട്ട് കണ്ടപ്പോഴും അല്ലാത്തപ്പോഴും സർക്കാരിന്റെ നിലപാട് ഒരു നിലപാട് മാത്രമാണ്. അത് ഹർഷിനയ്ക്ക് നീതി കിട്ടണമെന്നുള്ളതാണ്. അവർ നിരന്തരം പറയുന്നുണ്ട് ഹർഷിനന്റെ കൂടെയാണ്, ഹർഷിന പറയുന്നത് ന്യായമാണ്, അതിനൊരു പരിഹാരം ഉണ്ടാവും, ആരോഗ്യവകുപ്പും കേരള സർക്കാരും ഒക്കെ നമ്മളെ കൂടെയാണ്. പക്ഷെ കൂടെ എന്ന് വാക്കുകൊണ്ട് മാത്രമേ ഉള്ളൂ, പ്രവൃത്തി കൊണ്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. തുടർ ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ ചെയ്തു നൽകണം, തങ്ങൾക്ക് ചെലവായ തുക സാമ്പത്തിക സഹായമായി നൽകണം, കുറ്റക്കാരായ ഡോക്ടർമാർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുക എന്നിങ്ങനെ ന്യായമായ ആവശ്യങ്ങളാണ് ഹർഷിനയ്ക്കുള്ളത്. ഇത്രയും വലിയ വീഴ്ച വരുത്തുന്നവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ ഒരു നടപടി ഉണ്ടാവണം, എന്നാലേ ഇതിനൊരു മാറ്റം ഉണ്ടാവും. പിന്നെ നമുക്ക് നഷ്ടമായൊരു സാമ്പത്തിക നഷ്ടം നമുക്ക് അർഹതപ്പെട്ടത് മതി, അല്ലാതെ നമ്മൾ ആരോടും വെറുതെ ചോദിക്കുന്നില്ല. നമുക്ക് അത്രയും നഷ്ടങ്ങളുണ്ട്. താനടക്കം ചികിത്സാ പിഴവിലൂടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനോടൊപ്പം നീതിക്കായി പോരാട്ടം തുടരുമെന്നും പറയുകയാണ് ഹർഷിന. തുടർച്ചയായി വേട്ടയാടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമെന്നപ്പോൾ തുടർ ചികിത്സ UDF ഏറ്റെടുത്ത് ആശ്വാസത്തിലാണ് കുടുംബം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.